മൈൻഡ് വിഷന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് എൻ്റെ കൂടെയുള്ളത് നിരുപമയാണ്. കോൺസെൻട്രേഷൻ എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാന്നുള്ള ചില എക്സർസൈസ് നിരുപമ പ്രാക്ടീസ് ചെയ്യുന്നത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതാണ് ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ സൂപ്പർ മെമ്മറി ട്രെയിനിങ്ങിന്റെ ഭാഗമായിട്ടാണ് നിരുപമ എൻ്റെ അടുത്ത് വന്നത്. അസാമാന്യ ഓർമ്മശക്തി. അപ്പോൾ കോൺസെൻട്രേഷൻ ആണ് ഏറ്റവും പ്രധാനം. അപ്പോൾ ഇത് വളരെ ഈ എക്സർസൈസിലൂടെ ഏതൊരു വിദ്യാർത്ഥിക്കും ഒരാഴ്ച കൊണ്ട് തന്നെ അസാമാന്യമായ ഓർമ്മശക്തി നേടാൻ കഴിയും, കോൺസെൻട്രേഷൻ നേടാൻ കഴിയും. കോൺസെൻട്രേഷൻ കുറയുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ക്ലാസ്സിൽ ഇരിക്കുമ്പോൾ സ്വപ്ന ലോകത്തേക്ക് പോകും, വേറെ ലോകത്തേക്ക് അങ്ങ് പോകും. അത് പഠിക്കുന്നൊന്നും ഓർമ്മയുണ്ടാവില്ല. അതുപോലെ തന്നെ വായിച്ചുകൊണ്ടിരിക്കുമ്പോഴും മൈൻഡ് വേറെ പോകും. നിരുപമയ്ക്കും അങ്ങനെ അനുഭവപ്പെടാറില്ലേ? അപ്പോൾ നിരുപമയ്ക്ക് ഇപ്പോൾ MBBS കഴിഞ്ഞിട്ട് IAS എടുക്കണം എന്നുള്ള ആഗ്രഹമാണ്. അതിനായിട്ടാണ് മെമ്മറി ബൂസ്റ്റർ ട്രെയിനിങ്ങിന് വന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് കൊടുക്കുന്ന എക്സർസൈസ് കോൺസെൻട്രേഷൻ എക്സർസൈസ് ആണ്. ഒരു 4-5 എക്സർസൈസ് ഇപ്പോൾ നിരുപമ പ്രാക്ടീസ് ചെയ്യുന്നത് നിങ്ങൾക്കും കാണാം. നിങ്ങൾക്ക് അത് ഇന്ന് മുതൽ പ്രാക്ടീസ് ചെയ്ത ഒരാഴ്ച കൊണ്ട് നമ്മുടെ കോൺസെൻട്രേഷൻ ഫുൾ പവറിലേക്ക് വരും. അപ്പോൾ ക്ലാസ്സിൽ ഇരുന്ന് കഴിഞ്ഞാൽ ടീച്ചർ എന്തെല്ലാം പറയുന്നോ അത് മുഴുവൻ നമ്മുടെ മെമ്മറിയിലേക്ക് പോകും, ഉപബോധ മനസ്സിലേക്ക് പോയി സ്റ്റോർ ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് ഇത് കാണാൻ എന്തൊക്കെയാണ്. അപ്പോൾ ഒന്നാമത്തെ എക്സർസൈസ് എന്ന് പറയുന്നത് ഹാൻഡ് എക്സർസൈസ് ആണ്. നമുക്ക് രണ്ട് ബ്രെയിനാണ്, ലെഫ്റ്റ് ബ്രെയിനും റൈറ്റ് ബ്രെയിനും. ഈ രണ്ട് ബ്രെയിനിന്റെ പ്രവർത്തനങ്ങളെ നമുക്ക് ബൂസ്റ്റപ്പ് ചെയ്യാൻ പറ്റും, രണ്ടും ഒരുപോലെ ആക്കാൻ പറ്റും. ഈ വലത് കൈ ഇങ്ങനെ ഒന്ന് കറക്കി, ഈ രീതി കറക്കി, ക്ലോക്ക് വൈസ് ആയിട്ട് ഞാൻ മൂവ്മെന്റ് എടുത്ത് ഈ മൂവ്മെന്റ് നിരുപമ അത് കറക്റ്റായിട്ട് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ കറക്കുക, നല്ലോണം ഒന്ന് കറക്കിക്കും. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റും. ഇനി ഇടത് കൈ ഇങ്ങനെ പിടിച്ചിട്ട് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഒന്ന് കറക്കി, ഇതേ രീതിയിൽ. ഇനിയാണ് പ്രധാനപ്പെട്ട എക്സർസൈസ്. രണ്ടും വ്യത്യസ്തമായ രീതിയിൽ നമ്മൾ കറക്കുന്നു. ഈ കൈ ഇങ്ങനെയും ഈ കൈ ഇങ്ങനെയും. നേരത്തെ കറക്കിയതുപോലെ ഇത് ഇങ്ങനെ കറക്കിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇത് തിരിച്ച് കറക്കണം. പറ്റുമോ നോക്കി? അപ്പോൾ ബുദ്ധിമുട്ട് വരുന്നു. അതിന് ഇതിപ്പോ ഒരാഴ്ച ആദ്യം ഇത് ഇങ്ങനെ കുറേ ദിവസം കറക്കുക, പിന്നെ ഇത് പ്രത്യേകം പ്രാക്ടീസ് ചെയ്യുക. എന്നിട്ട് ബാക്കിയുള്ള എക്സർസൈസോട് ചെയ്യുമ്പം രണ്ട് ബ്രെയിനും കോർഡിനേഷൻ കറക്റ്റ് ആകുമ്പോൾ ഇത് ചെയ്യാൻ പറ്റും ഈസി. അതായത് ഇപ്പം ഞാൻ ചെയ്യുന്ന പോലെ ഇത് ക്ലോക്ക് വൈസ് കറക്കുമ്പോൾ തന്നെ ഇത് ആന്റി ക്ലോക്ക് വൈസ് കറക്കാൻ പറ്റും. അപ്പോൾ ഈ എക്സർസൈസ് ഡെയിലി പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വളരെയധികം കോൺസെൻട്രേഷൻ ഇമ്പ്രൂവ് ചെയ്യും. പിന്നെ മറ്റൊരു എക്സർസൈസ് എന്ന് പറഞ്ഞാൽ ഈ കൈ ഇങ്ങനെ വെച്ചിരിക്കുന്നു, ഇത് മലർത്തി വെച്ചിരിക്കുന്ന കൈ മുകളിലേക്ക് വെർട്ടിക്കലായിട്ട് പോകണം. അപ്പോൾ ഇതിങ്ങനെ ഹൊറിസോണ്ടലായിട്ട് പോകണം ഒരേ സമയത്ത്. ഇതാ നോക്കി, എനിക്കത് പറ്റും. ഇത് ഹൊറിസോണ്ടലായിട്ട് പോകുമ്പോൾ ഇത് വെർട്ടിക്കലായിട്ട് പോകണം. നോക്കട്ടെ, അത് ചരിയരുത്, ഇത് ചരിയരുത്, നേരെ ഇങ്ങനെ പോകണം. ഓക്കെ. നിരുപമ ഒരുവിധം ചെയ്യുന്നുണ്ട്. പക്ഷെ എന്താ നോക്കി, ഇത് വെർട്ടിക്കലായിട്ട് പോകുമ്പോൾ കറക്റ്റ് ഹൊറിസോണ്ടലായിട്ട് ഒന്നുകൂടെ ചെയ്തേ. അത് താഴോട്ട് പോന്നു, വെർട്ടിക്കലായിട്ട് പോകാം. അത് പക്ഷെ ഒരാഴ്ച കൊണ്ട് അത് ശരിയാവും. അപ്പൊ എക്സർസൈസ് മനസ്സിലായല്ലോ. ഇതിങ്ങനെ ചെയ്യുമ്പോൾ ഇതിങ്ങനെ ഒരേപോലെ പോകണം. എളുപ്പമുള്ള ഒരെണ്ണം തരാം. ഇതിങ്ങനെ സ്ലൈഡ് ചെയ്ത് നീങ്ങുക. ഈ കൈ തള്ളവിരൽ രണ്ട് വിരലിന്റെ മുമ്പിൽ കൂടെ സ്ലൈഡ് ചെയ്ത് മൂവ് ചെയ്യുന്നു. അതേസമയം ഇത് വിട്ട് ഇതെല്ലാവർക്കും ആദ്യം ഈസി ആയിട്ട് തുടങ്ങാൻ പറ്റുന്ന ഒരു എക്സർസൈസ് ആണ്. ഇങ്ങനെ ചെയ്യുന്നത്, ഇത് ചെയ്യുന്നു. ഇനി മറ്റുള്ള ബ്രെയിൻ എക്സർസൈസ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് കോൺസെൻട്രേഷൻ കൂടുന്ന ഒരു എക്സർസൈസ് എന്ന് പറഞ്ഞാൽ നമ്പർ പറയും, തിരിച്ചു പറയും. ഞാനിപ്പോൾ പറയുന്നത് അനുപമ തിരിച്ചു പറയണം. 4019 ഒരു 4 ഡിജിറ്റ് നമ്പറാണ്, 4019. അത് മനസ്സിൽ നിർത്തിയിട്ട് തിരിച്ച് റിവേഴ്സ് ഓർഡറിൽ പറയണം. അപ്പൊ എങ്ങനെ പറയും? 9104. ഓക്കെ, ഗുഡ്. 2318 8132. അപ്പൊ ഇങ്ങനെ 4 അക്കം ഓക്കെ ആയി കഴിഞ്ഞാൽ 5 ഡിജിറ്റ് നമ്പർ 23019 പറയാൻ പറ്റുമോ നോക്കി? 23019. അതിനെ റിവേഴ്സ് ഓർഡറിൽ പറയാൻ പറ്റുമോ നോക്കി? ഇത് അച്ഛനമ്മമാർക്ക് മക്കളുടെ കോൺസെൻട്രേഷൻ കൂടാനായിട്ട് ചെയ്യിക്കാവുന്ന ഏറ്റവും നല്ല എക്സർസൈസ് ആണ് നമ്പർ റിവേഴ്സൽ ഗെയിം. അതായത് നമ്പർ കൊടുക്കുക, തിരിച്ചു പറയുക. അപ്പൊ ഒരുപാട് കുട്ടികൾ ഇപ്പോൾ ഫോൺ അഡിക്റ്റ് ആയിട്ട് അവർക്ക് സ്വപ്ന ലോകത്തേക്ക് അങ്ങ് പോകും. അവരുടെ കോൺഷ്യസ് മൈൻഡ് അവിടെ നിൽക്കുന്നില്ല, ബോധം അവിടെ നിൽക്കുന്നില്ല. അപ്പൊ അവരെങ്ങനെയായിരിക്കും? എപ്പോഴും ആബ്സെന്റ് മൈൻഡഡ് ആയിരിക്കും. ഇതാണ് പഠനത്തിൽ മോശമാവുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. ഇപ്പൊ ഈ ഒരു എക്സർസൈസിലൂടെ നമുക്ക് മനസ്സിനെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റും. എന്ത് ചെയ്യുന്നോ മൈൻഡ്ഫുൾനെസ്, അതിന്റെ ഒരു പ്രാക്ടീസ് ആണിത്. എന്ത് ചെയ്യുന്നോ അവിടെ തന്നെ മൈൻഡ് നിൽക്കും. എല്ലാ ദിവസവും നമ്മളൊരു 50 നമ്പർ, അമ്മയോ അച്ഛനോ ചേട്ടനോ ആരെങ്കിലും, നമ്മുടെ ഫ്രണ്ട് ആയാലും മതി, നമ്പർ പറയുക. അവർ നമ്പർ പറയുമ്പോൾ നമ്മൾ തിരിച്ചു പറയും. ഇങ്ങനെ എല്ലാ ദിവസവും ഒരു 50 നമ്പർ തിരിച്ചു പറയുമ്പോഴത്തേക്ക് നമുക്ക് ആ നമ്പർ മനസ്സിൽ ഇമാജിൻ ചെയ്യാനും അത് തിരിച്ചു പറയുമ്പോൾ അവിടെ കോൺസെൻട്രേറ്റ് ചെയ്യാനും കഴിയും. ഇതിലൂടെ, ഈ പ്രാക്ടീസിലൂടെ നമുക്ക് ഏതൊരു കുട്ടിയും പഠനത്തിൽ ഏറ്റവും മുന്നിലേക്ക് എത്തിക്കാൻ പറ്റും, അച്ഛനമാർക്ക് ചെയ്യാൻ പറ്റും. പിന്നെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും, തുടക്കത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു എക്സർസൈസ് ആണ്. കൊച്ചുകുട്ടികൾക്ക് ഒരു 3ാം ക്ലാസ് 4ാം ക്ലാസ് 2ാം ക്ലാസ് മുതൽ നമുക്ക് ചെയ്യിക്കാൻ പറ്റുന്ന എക്സർസൈസ് ആണ്. 100 99 98 റിവേഴ്സ് ഓർഡറിൽ താപ്പോട്ട് പറയാം. അനുപമ അതൊന്ന് പെട്ടെന്ന് പറഞ്ഞേ. 100 ഒന്ന് വീതം കുറച്ച് ഒന്നുകൂടെ പറഞ്ഞേ. ഒന്ന് കുറച്ച് 99 97 96 95 94 93 92 91 90 89 88. സ്പീഡിൽ പറഞ്ഞേ.
100, 99, 98, 97, 96, 95, 94, 93, 92, 91, 90, 89, രണ്ട് വീതം കുറച്ച് പറഞ്ഞേ. 100, 98, 96, 94, 92, 88. ഇത് നല്ല എക്സർസൈസ് ആണ്. പിന്നെ നമുക്ക് കോൺസെൻട്രേഷൻ കൂടാനും IQ കൂടാനും നല്ലതാണ് മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ പഠിക്കുക. ഇപ്പൊ എത്ര വരെയുള്ള മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ അറിയാം? 12 വരെ പഠിച്ച് നിർത്തരുത്. 13, 14, 15 ഇന്ന് പോലെ പഠിക്കുക. അപ്പൊ ഇത് ഒരു 16, 20 വരെ പഠിക്കുമ്പോഴത്തേക്ക് തന്നെ നമ്മുടെ ആ മൈൻഡിന്റെ കോൺസെൻട്രേഷൻ കറക്റ്റ് ആവും. പിന്നെ നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിൽ തന്നെ പൂർണ്ണമായിട്ടും ശ്രദ്ധ ആഹാരം കഴിക്കുമ്പോഴായാലും അത് തന്നെ ചിന്തിക്കുക, മൈൻഡ്ഫുൾനെസ്. പിന്നുള്ളത് ബ്രീത്തിങ് ആണ്. ബ്രീത്തിങ്ങിന് നട്ടല് നിവർത്തിയിരുന്ന എല്ലാ ദിവസവും ബ്രീത്തിങ് പ്രാക്ടീസ് ചെയ്യുക. പ്രാണായാമം, അതായത് ദീർഘശ്വാസം എടുക്കുക, മെല്ലെ വിടുക. അത് നമുക്ക് കൂടുതൽ അവയർനെസ് കിട്ടാനും നമ്മൾ പഠിക്കുമ്പോൾ ഫുൾ കോൺസെൻട്രേഷൻ കിട്ടാനും. അപ്പോൾ രാവിലെ ഒരു 20-30 എണ്ണം ചെയ്യാം, വൈകിട്ടും ചെയ്യാം. ആഹാരം കഴിക്കാതിരിക്കുന്ന സമയത്ത് ചെയ്യാൻ പറ്റും. ഇങ്ങനെ പിടിച്ച് മടി വെച്ചു, നേരെ ഇരുന്നു, ദീർഘശ്വാസം എടുക്കുക, കണ്ണുകൾ അടച്ച് നട്ടല് നിവർത്തി നേരെ മുഖം നേരെ ഇരിക്കണം. ദീർഘമായ ശ്വാസം എടുക്കുക, മെല്ലെ വിടുക. ഒന്ന് സ്വസ്ഥമായിട്ടിരുന്നിട്ട് വീണ്ടും അടുത്ത ദീർഘശ്വാസം സാവകാശം എടുത്താൽ മതി. വളരെ സാവകാശം ദീർഘമായ ശ്വാസം എടുക്കുകയും മെല്ലെ വിടുകയും ചെയ്യും. ഓരോ ശ്വാസവും കൗണ്ട് ചെയ്യണം. ഒരു ശ്വാസം എടുത്ത് വിടുമ്പോൾ 1, രണ്ടാമത്തെ ശ്വാസം എടുത്ത് വിടുമ്പോൾ 2, അങ്ങനെ ഒരു 20 സമയമുണ്ടെങ്കിൽ 30 എണ്ണം വരെ ചെയ്യാം. ഓക്കെ, ഇത് 20 എല്ലാ ദിവസവും ചെയ്യാം. പിന്നുള്ളത് പൾസ് കൗണ്ടിങ് ആണ്. നമ്മുടെ പൾസ് പിടിച്ച് നോക്കിയ കയ്യിൽ കണ്ണുകൾ അടച്ച് ആ പൾസ് കറക്റ്റായിട്ട് ശ്രദ്ധിച്ചുകൊണ്ട് ഒരു പൾസ് അടിക്കുമ്പോൾ 1, രണ്ടാമത്തെ 2, അങ്ങനെ ഒരു 150 വരെ പൾസ് കൗണ്ട് ചെയ്യുമ്പോഴത്തേക്ക് മനസ്സേകാഗ്രത. ഓക്കെ, കൗണ്ട് ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ 150 വരെ. ഇത്ര എക്സർസൈസ് ഡെയിലി രാവിലെയും വൈകിട്ടും ചെയ്യാം, അല്ലെങ്കിൽ രാവിലെ മാത്രം ചെയ്യാം. അപ്പൊ ഇതെല്ലാവരും പ്രാക്ടീസ് ചെയ്യുക. ഇത്ര എക്സർസൈസ് കൊണ്ട് നമുക്കൊരു 1 വീക്ക് കൊണ്ട് തന്നെ മനസ്സിനെ പൂർണ്ണമായ ഏകാഗ്രതയിലേക്ക് കൊണ്ടുവരാൻ പറ്റും. ഓക്കെ, താങ്ക് യു.